സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വാഹന CVT വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷത്തിന് മുകളിൽ ബഡ്ജറ്റ് വേണം. പക്ഷേ ഇത് നമുക്ക് 4,97,000 രൂപയാണ് നമ്മുടെ Cars24 ചോദിക്കുന്ന റേറ്റ് കേട്ടോ. എഞ്ചിൻ വാറണ്ടി വരുന്നുണ്ട്, ഗിയർ ബോക്സിന് വാറണ്ടി വരുന്നുണ്ട്, AC-ക്ക് വാറണ്ടി വരുന്നുണ്ട്. 30 ദിവസത്തിനുള്ളിൽ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും വില കേൾക്കണ്ടേ 4,97,000 രൂപ ഉണ്ടെങ്കിലും ഇത് കൊണ്ടുപോകാം. അതെ, ഒരു 7 സീറ്റർ വലിയ ഫാമിലിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറയാം. ഇടയ്ക്കൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസിലാണ് ഞാനുള്ളത്. പ്രത്യേകിച്ച് നമ്മളിപ്പോഴുള്ള വാഹന പ്രേമികൾക്ക്, അതായത് Cars24ൻ്റെ കൊച്ചിയുള്ള ഹബ്ബിലാണുള്ളത്. എപ്പോൾ വന്നാലും ഇവിടെ ഒരു 100-ലധികം വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അത് പല ടൈപ്പ് വാഹനങ്ങളുണ്ടായിരിക്കും. അതിൽ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന, അതുകൊണ്ട് വിലയിലാവാം, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കൊണ്ടാവാം, അല്ലെങ്കിൽ യുണീക്ക് വാഹനം കൊണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിൽ ഒരു 100-ൽ ഒരു 5-8 വാഹനങ്ങൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതുണ്ടാവും. ഇത്തവണ വന്നപ്പോൾ കണ്ടത് ഇതാണ് നമ്മുടെ ബലേനോ ഡെൽറ്റ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ CVT ആണ്. അതായത് ബലേനോ ഇറങ്ങിയ സമയത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു, നമുക്ക് CVT ആയിരുന്നു. ഇപ്പോഴാണ് അത് AMT-ലേക്ക് മാറ്റിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വാഹന CVT വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷത്തിന് മുകളിൽ ബഡ്ജറ്റ് വേണം. പക്ഷേ ഇത് നമുക്ക് 4,97,000 രൂപയാണ് നമ്മുടെ Cars24 ചോദിക്കുന്ന റേറ്റ് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ നമുക്കൊരു CVT ട്രാൻസ്മിഷൻ കാണാൻ സാധിക്കും. AMT-യുടെ കളി ഒന്നുമില്ല. ഇതിന് ഏകദേശം സിംഗിൾ ഓണറാണ് വരുന്നത്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ സിംഗിൾ ഓണർഷിപ്പിൽ 62,000 ഓടിയ 2017 ബലേനോ ഡെൽറ്റ CVT വാഹനത്തിന് 4,97,000 വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ, ഇനിയും 2-3 വാഹനങ്ങൾ അതുപോലെ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു വാഹനമാണിത്. പിന്നെ മറ്റൊരു പ്രത്യേകത ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് വാഹനം നോക്കുന്നവരാണെങ്കിൽ ഇത് കണ്ടോ, നെക്സോൺ എത്ര എണ്ണം നിൽക്കുന്നു നോക്കിയേ. 1 2 3 4 5 6 നെക്സോൺ നിൽക്കുന്നുണ്ട്. ഇതിൽ പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, പല വേരിയൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്ന പോലെ പല കളർ ഉണ്ട്. നമ്മളൊരു പുതിയ വാഹനം എടുക്കാൻ ഷോറൂമിൽ ചെല്ലില്ലേ, അപ്പോൾ നമ്മൾ പറയില്ലേ എനിക്ക് ഇന്ന വേരിയൻറ്റ് വേണം, ഇന്ന കളർ വേണം, പെട്രോൾ വേണം, മാനുവലാണ്, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് കിട്ടില്ലേ. ഇവിടെ വന്നാൽ അതുപോലെ പല മോഡൽസ് അവൈലബിൾ ആണ്. ഇതുപോലെ നമുക്ക് ഐട്ടൺ വരുന്നുണ്ട്, ഇയോൺ ഇതേപോലെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്, ക്രെറ്റയിൽ വരുന്നുണ്ട്, ഹോണ്ട സിറ്റി 2-3 മോഡലുണ്ട്. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, മേക്കിനനുസരിച്ച്, നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ചൊക്കെ തിരഞ്ഞെടുക്കാം. ഇതിലും ഞാൻ പിക്ക് ചെയ്ത് വെച്ചൊരു വാഹനമാണ് ഈ ഒരു ഗ്രേ കളർ, KL 52 രജിസ്ട്രേഷനിൽ നിൽക്കുന്നത്. അതും സിംഗിൾ ഓണർ ആണ്. വെറും 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2021 വാഹനമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ അറിയോ, പ്രൈസ് തന്നെയാണ്. അതായത് എക്സെറ്റ് എന്ന് പറഞ്ഞ വേരിയൻ്റും ആണ്. അത്യാവശ്യം ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ്. അലോയ്സ് കാര്യങ്ങളോ, ടച്ച് സ്ക്രീൻ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനെ അത്യാവശ്യം ഓർഡർ ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാം. ഇതിന് 6,29,000 രൂപ ചോദിക്കുന്നുള്ളൂ. സിംഗിൾ ഓണർ ആണ്, ലോ കിലോമീറ്റർ ആണ്. ഇനി ഇതിനൊക്കെ പുറമെ മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, Cars24ൻ്റെ ഇവിടുന്ന് എടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും 30 ദിവസം വാറണ്ടി നൽകുന്നുണ്ട്. വാറണ്ടി എന്ന് പറഞ്ഞാൽ എഞ്ചിൻ വാറണ്ടി വരുന്നുണ്ട്, ഗിയർ ബോക്സിന് വാറണ്ടി വരുന്നുണ്ട്, AC-ക്ക് വാറണ്ടി വരുന്നുണ്ട്. 30 ദിവസത്തിനുള്ളിൽ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഫ്രീ ആയിട്ട് ഇവിടുന്ന് ചെയ്തു തരും. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു വാഹനം എടുത്തിട്ട് നമുക്ക് ഓടിച്ചു നോക്കിയപ്പോൾ അതിനോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ട് ആ വാഹനം ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് തോന്നുന്നത്, വേണ്ട എന്നുള്ളൊരു മനസ്സ് വരികയാണെന്നുണ്ടെങ്കിൽ 1 മാസം വരെ ഇവർ അതിന് സമയം തരുന്നുണ്ട്. 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ വാഹനം ഇവിടെ തിരിച്ചു കൊടുത്ത് വേണമെങ്കിൽ മറ്റൊരു വാഹനം എടുക്കാം, അല്ലെങ്കിൽ പൈസയും മേടിച്ച് പോകാം എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്ക്, അതായത് എങ്ങനെയൊക്കെ ഒരു വാഹനം എടുക്കാൻ വേണ്ടി യൂസ്ഡ് കാർ മാർക്കറ്റിൽ നമുക്കറിയാം ഒരുപാട് തട്ടിപ്പ് കാര്യങ്ങൾ നടക്കുന്നതാണ്. Cars24 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300ഓളം ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞിട്ടാണ് ഒരു വാഹനം വിൽപ്പനയ്ക്ക് വെക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്ലഡ് ഉണ്ടാവില്ല, മേജർ ആക്സിഡൻറ്റ് ഉണ്ടാവില്ല, വേറെ മേജർ എഞ്ചിൻ കംപ്ലൈൻറ്റ് പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ വാറണ്ടി തരുന്നത്. അത് ഇവിടെയുള്ള എല്ലാ വാഹനങ്ങൾക്കും വാറണ്ടി തരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും നമ്മളിപ്പോൾ ഈ കാണിച്ച 8 ലക്ഷത്തിന് 6 ലക്ഷത്തിന് വണ്ടികൾക്കല്ല. ഇവിടെ കാണുന്ന വേഗനാർ, ഇയോൺ, ആൾട്ടോ, ഐട്ടൺ തുടങ്ങിയിട്ട് 1,30,000 രൂപയിൽ ഇവിടെ വില ആരംഭിക്കുന്ന വാഹനങ്ങളുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഈ പറഞ്ഞ വാറണ്ടിയോട് കൂടിയിട്ടാണ് അവർ വെക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ പോളിസിയോട് കൂടിയിട്ടാണ് വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ബഡ്ജറ്റ് മുതൽ 1 ലക്ഷം ബഡ്ജറ്റ് ഉള്ളവനും ധൈര്യമായിട്ട് കയറി വരാം എന്നുള്ളതാണ്. ഇത് കുറച്ച് അങ്ങോട്ട് പോയി വളരെ വലിയ ആടാണ്. ആ ഭാഗത്ത് നമുക്ക് ക്രെറ്റ, അതുപോലെ തന്നെ ഫോക്സ്വാഗൻ്റെ ഒരുപാട് വാഹനങ്ങളുണ്ട്. ഏത് ബ്രാൻഡും ഉണ്ട് കേട്ടോ. നമുക്ക് മേജർ ആയിട്ടുള്ള നമ്മുടെ എല്ലാ ബ്രാൻഡുകളും അവൈലബിൾ ആണ്. അത് പല ബോഡി ടൈപ്പ് അവൈലബിൾ ആണ്. ഇതിലെല്ലാത്തിൻ്റെയും പ്രൈസും കാര്യങ്ങളും ഞാൻ പറയാത്തതിന് ഒരു കാരണം എന്താ അറിയോ, നിങ്ങൾ Cars24ൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലൊക്കേഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊച്ചി ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ വാഹനങ്ങളുടെയും ഫോട്ടോ ഡീറ്റെയിൽസ്, എത്ര ഓണർഷിപ്പ്, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, എന്താണ് വില, അതിന് എത്ര ഫിനാൻസ് കിട്ടും, ഫിനാൻസ് ഇട്ടാൽ എത്ര EMI വരും, അങ്ങനെ A to Z നിങ്ങൾ ഒരാളെ വിളിച്ചിട്ട് ഡീറ്റെയിൽ ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയേണ്ട എല്ലാം ആ ഒരു ആപ്പിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രൈസ് ചെയ്യാൻ പറയാത്തത്. Cars24 നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ അടിച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ആ ലൊക്കേഷൻ കൊച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വിത്ത് ഫോട്ടോ, വിത്ത് നമ്പർ, ഒന്നും ഹിഡൻ അല്ല, എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. എല്ലാം നമുക്ക് അതിലറിയാം. മാത്രമല്ല നിങ്ങളുടെ വാഹനം വിൽക്കാനും നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കാം. എക്സ്ചേഞ്ചിനുണ്ട്, എക്സ്ചേഞ്ചിന് ഏകദേശം 50,000 രൂപയോളം ബെനിഫിറ്റ്സ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വിൽക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനം ഇവിടെ കൊണ്ടുവരുമൊന്നും വേണ്ട. നിങ്ങളുടെ ലൊക്കേഷൻ, വണ്ടിയുടെ ഡീറ്റെയിൽ, നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽ ഒക്കെ കൊടുത്താൽ നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് Cars24ൻ്റെ ആൾ വന്ന് വാഹനം ഇൻസ്പെക്ട് ചെയ്തിട്ട്
1 മണിക്കൂറിനുള്ളിൽ അവർക്ക് തരാവുന്ന ബെസ്റ്റ് പ്രൈസ് പറയും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ സെയിം ഡേ ഒരു വണ്ടി എടുത്തിട്ട് പേയ്മെൻറ്റ് റിലീസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ടെസ്റ്റ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീട്ടിലേക്ക് അറേഞ്ച് ചെയ്ത് തരും. അതല്ല ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ശരിക്കും യൂസ്ഡ് കാറിൽ നമുക്ക് ഒരു എത്രത്തോളം അത് ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം Cars24 ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ചില വാഹനങ്ങൾക്ക് കുറച്ച് പ്രൈസ് കൂടുതൽ ഞാൻ കാണുന്നത് ഉള്ള കാര്യം അതുപോലെ തന്നെ പറയണല്ലോ. ചിലത് ഇത്തരത്തിൽ നമ്മൾ പിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഡീലിൽ കിട്ടുന്നുണ്ട്. ചിലതാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ കുറച്ച് റേറ്റ് കൂടുതൽ പല വാഹനങ്ങൾക്ക് കാണുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൽ മെയിനായിട്ട്. നമുക്ക് വിശ്വസിച്ച് എടുക്കാം. ഇത്തരത്തിലൊരു 30 ദിവസം വരെയൊക്കെ നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ, അതുപോലെ എഞ്ചിനും AC കംപ്രസറിന് വരെ വാറണ്ടി തരിക എന്ന് പറഞ്ഞാലൊക്കെ അത് സ്പെഷ്യലായിട്ട് കാര്യമെന്ന് പറയാം. എന്തായാലും നമുക്ക് അവിടെ ഒരു ക്രെറ്റയും കൂടി ഉണ്ട്. അതും ഞാൻ പിക്ക് ചെയ്ത വാഹനങ്ങളിൽ ഒരെണ്ണമാണ്. ഇതാണ് ആ ക്രെറ്റ വരുന്നത്. 2017 K8 നമ്മുടെ നാടാണ്, തൃശ്ശൂർ രജിസ്ട്രേഷൻ വരുന്നതാണ്. 2017 എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ജെൻ OG ക്രെറ്റയാണ് വരുന്നത്. പെട്രോൾ മാനുവൽ ആണ് കേട്ടോ. ഏകദേശം സെക്കൻഡ് ഓണറാണ് വരുന്നത്. അടിപൊളി പ്രൈസ് എന്ന് പറഞ്ഞാൽ 6,39,000 രൂപക്ക് ഈ ക്രെറ്റ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ 2017 അത്യാവശ്യം ഒരു കുറവ് കിലോമീറ്റർ, ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് 60 ആ റേഞ്ചിലൊക്കെയാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് സെക്കൻഡ് ഓണർഷിപ്പാണ്. ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടും. അപ്പോൾ 6,30,000 ക്രെറ്റ പോലെ ഒരു വാഹനം 2017 മോഡൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇനി നിങ്ങൾക്ക് ഒരു 7 സീറ്റർ ആണെങ്കിൽ അതും ഒരു ഗംഭീര ഡീലിൽ ഇതേ മഹീന്ദ്ര മറാസോ 7 സീറ്റർ ആണ് ഇത് വരുന്നത്. 2019 മോഡലാണ്. ഏകദേശം സിംഗിൾ ഓണറിൽ 1,49,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. വില കേൾക്കണ്ടേ, 4,97,000 രൂപ ഉണ്ടെങ്കിലും ഇത് കൊണ്ടുപോകാം. അതെ, ഒരു 7 സീറ്റർ വലിയ ഫാമിലിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് പ്രൈസ് കുറവിൽ നോക്കുന്നവർക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പിക്ക് ചെയ്താൽ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. സെൽട്ടോസ് ഓൾറെഡി ടോക്കൺ ആയതാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. പിന്നെ കിക്ക്, നമുക്ക് നമ്മുടെ നിസാൻ്റെ കിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വണ്ടിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ലാത്തൊരു മോഡലാണ്. അത് ഏകദേശം ഒരു 4-5 വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണത്. 2 പെട്രോളിലുള്ളൂ, പക്ഷേ 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. 1.3 ടർബോ വരുന്നുണ്ട്, ഒരു 1.5 നാച്ചുറൽ ആസ്പിറേറ്റർ വരുന്നുണ്ട്. 2 മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം 6,5-7,5 ലക്ഷം റേഞ്ചിലൊക്കെ പല കളേഴ്സിൽ, റെഡ് ഉണ്ട്, ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ പല കളേഴ്സിൽ നമുക്ക് വാഹനം അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് MG ഹെക്ടർ ഉണ്ട്, MG ആസ്റ്റർ ഉണ്ട്. MG ഹെക്ടറൊക്കെ 15 ലക്ഷം റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി പ്രീമിയം ലെവലിൽ ബഡ്ജറ്റ് ഉള്ളവർക്ക് അത്തരം മോഡൽസ് ഒക്കെ നോക്കാവുന്നതാണ്. ഇനി റെനോ കിഡ്, ട്രൈബർ ടോക്കൺ ആയതാണ്. റെനോ കിഡ് കാര്യങ്ങളുണ്ട്, അതും 1,40,000 തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും Cars24 ആപ്പ് ഡൗൺലോഡ് ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ, ഇത്രയും വാഹനങ്ങൾ നമുക്കിവിടെ നേരിട്ട് കണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വാറൻറ്റിയോട് കൂടിയിട്ട് എടുക്കാം എന്നുള്ളതാണ്. ഈ ചോയ്സ് നമുക്ക് അധികം ആരും തരുന്നില്ല. ഇവിടെ നമ്മുടെ ഹോട്ട് സെല്ലിംഗ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വിൽക്കുന്ന, ഏറ്റവും അധികം ആരാധകരുള്ള കുറച്ച് വാഹനങ്ങളുണ്ട്. നമ്മുടെ ഡീസൽ പോളോ നോക്കുന്നവർക്ക് 76,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനം 5,40,000 റേഞ്ചിലേക്കാണ് 2018 വാഹനമാണ് വരുന്നത്. പിന്നെ i20, അത് ഏറ്റവും ടോപ്പ് എൻഡ് 2023 വണ്ടിയാണ്. ആസ്റ്റ ഓപ്ഷനിലാണ്. അതിന് മേലേക്ക് ഇനി വേരിയൻ്റ് ഇല്ല. അത്രയും ഫുള്ളി ലോഡർ ആയിട്ടുള്ള വാഹനം വരുന്നത്. അതും വളരെ ലോ കിലോമീറ്റർ, 14,000 കിലോമീറ്റർ മാത്രമേ ഇതൊക്കെ ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. പ്രൈസ് ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, 7 ലക്ഷത്തി സംതിങ് ആണ് വരുന്നത്. ഇത് പെട്രോൾ പോളോ ആണ്. എഗെയിൻ മറ്റൊരു i20 എന്നുണ്ട്. ഇത് 5 ലക്ഷത്തിനകത്തേ വരുന്നുള്ളൂ കേട്ടോ. 2021 മോഡലാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു വേരിയൻ്റ് തന്നെയാണ്. ബേസ് വേരിയൻ്റ് നല്ല അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 5 ലക്ഷത്തിനുള്ളിലും നമുക്ക് പ്രൈസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു എലൈറ്റ് i20 ഉണ്ട്, ഒരു ഇഗ്നിസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള കുറേ വാഹനങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഇത്തരത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു Cars24 ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തോ. നമുക്ക് ഇതിൻ്റെയൊക്കെ പക്ക ഡീറ്റെയിൽസ്, എത്ര ഓണർഷിപ്പായി, എത്ര കിലോമീറ്റർ ആയി, എല്ലാ ആംഗിളിലുള്ള ഫോട്ടോ, ടയറിൻ്റെ ഡീറ്റെയിൽ, അങ്ങനെ A to Z നമുക്കതിൽ അറിയാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫിനാൻസ് സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ കിടക്കുന്ന ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും ഒറ്റ ദിവസം മതി. നിങ്ങൾ വാഹനം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ സെയിം ഡേ തന്നെ വേണമെങ്കിൽ നമുക്ക് ഫിനാൻസ് തരും. ആ സെയിം ഡേ തന്നെ ഡെലിവറിയും തരും. നമുക്ക് നിങ്ങൾ ബസ് കയറി വന്നാൽ മതി, പൈസ ആയിട്ട് അല്ലെങ്കിൽ ഫിനാൻസ് ഇടാനുള്ള ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടിയായിട്ട് തിരിച്ചു പോകാം. അത്രയും സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഡോക്യുമെൻറ്റേഷനെ പറ്റിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ Cars24 വാഹനം എടുക്കുകയാണെങ്കിലും വാഹനം വിൽക്കുകയാണെങ്കിലും ഇവർക്ക് നൽകുകയാണെന്നുണ്ടെങ്കിലും ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് Cars24 ആണ്. നമുക്ക് തലവേദന കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. വണ്ടിക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ അവർ സെറ്റാക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ Cars24 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനായി ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ഡയറക്റ്റ് വിളിച്ചാലും നമുക്ക് ഇൻഫർമേഷൻസ്, കാര്യങ്ങൾ, ലൊക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വാറൻറ്റിയോടുകൂടി വാഹനം തരുന്നത് നമുക്ക് തിരിച്ച് 1 മാസം വരെ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ച് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നൽകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ കാർ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റാണ്. അതിൽ കൂടുതലൊന്നും ഒരാൾക്കും, ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു സെല്ലർക്കും ചെയ്യാനില്ല. മാക്സിമം ചെയ്യാവുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് Cars24 നമുക്ക് ചെയ്തു തരുന്നത് എന്നുള്ളതാണ്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം.
ബൈ ബൈ.